ഹലോ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ന്യൂ ഇയർ ഒക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ന്യൂ ഇയർ ഫാമിലി ആയിട്ട് ദൈവാധീനം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് അടിച്ചു പൊളിച്ചു. അതിന് മുമ്പേ ഒരു 5 days 6 days വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ ഡിസംബറിൽ. അപ്പം ഞങ്ങളുടെ ഒരു ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട, ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പരിചയപ്പെട്ട ഞങ്ങളുടെ ഒരു കുട്ടി ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പ്രായ വ്യത്യാസമുണ്ട് ഞങ്ങളെക്കാളും. പക്ഷെ അവരുടെ ആദ്യമായിട്ട് മേടിച്ച വീട് ന്യൂ ജേഴ്സിയിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തപ്പം ഞങ്ങളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അവിടെ ഒരു 2-3 ദിവസം നിൽക്കാൻ. അവരുടെ വീട്ടിലെ ഫേർണിച്ചറും ലേഔട്ടും ഒക്കെ ഞാനും പുള്ളിക്കാരും ചേർന്നിരുന്ന് ഡിസൈൻ ചെയ്ത്. അവർക്ക് നല്ല ടേസ്റ്റുള്ള മനുഷ്യരാണ്. അപ്പം നമ്മൾ എല്ലാവരും ചേർന്നാണ് അത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം അവരുടെ ഫ്ലോർ പ്ലാൻ കാണിച്ചിട്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഒരു കൊച്ചു ഹോം ടൂറും ചെയ്യാം. അത് ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടില്ല, കുറച്ച് കർട്ടൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അവരും വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം. അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് അവരെ ഹോം ടൂറിൽ അപ്പം വീട്ടിലോട്ട് പോകാം. ബാ, ഇവിടെ കാണുന്നുണ്ടോ ഈ പോർച്ചിലോട്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് കിച്ചണാണ്. അത് കഴിയുമ്പം ഇത് നല്ല വലിയ കിച്ചണാണ് കേട്ടോ. ഈ ഏരിയ നല്ല അടിപൊളി കിച്ചണാണ്. പിന്നെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷൻ മാത്രമാണ് അവരുടെ ലിവിങ് ഏരിയ. അപ്പം ഇത് നല്ല കാണുന്ന മാതിരിയല്ല, ഇത് നല്ല വലിയൊരു ലിവിങ് ഏരിയ ആണ്. അപ്പം ഇവിടെ ഈ ഡെക്കിലോട്ട് ഇറങ്ങാനുള്ള സ്ലൈഡിങ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു നല്ല വലിയൊരു വിൻഡോവും കൂടെയുണ്ട്. പിന്നെ ഇത് സൈഡിൽ കാണുന്ന ഈ ഏരിയ ഫയർ പ്ലേസ് ആണ്. അപ്പം നമ്മൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിരുന്നത് ഈ കാണുന്ന പോലെ അല്ല സീറ്റിംഗ് വേണ്ടിയിരുന്നത്. അവർക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് വേണം എന്നാണ് അവർ പറഞ്ഞത് ഈ പോയിന്റിൽ. അപ്പോൾ TV യൂണിറ്റ് ഇവിടെ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയും പിന്നെ ഇവിടെയോ ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു L ഷേപ്പ് സീറ്റിങ്ങും ഇവിടെ 2 സിംഗിൾ സീറ്റേഴ്സും പ്ലാൻ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് നടുക്കൊരു സെൻറ്റർ ടേബിൾ ആൻഡ് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ L ഷേപ്പ് സോഫ പിന്നെ സെൻറ്റർ ടേബിൾ അവരുടെ ഇനിയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്കും അത് പൂർത്തിയാവും. പിന്നെ TV യൂണിറ്റും ഉണ്ട്. പിന്നെ ഈ ഐലൻഡ് കൗണ്ടർ ഇതൊക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ബിൽഡർ തന്നിട്ടുള്ള കാര്യമാണ് അവർക്ക്.